തിരുവനന്തപുരത്തെ റോഡ് യാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പട്ടത്ത് നിന്ന് കേശവദാസപുരം വഴിയുള്ള ഒരു യാത്രയുടെ വീഡിയോ ആണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. പട്ടത്ത് നമ്മളിപ്പോൾ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. പട്ടത്തുള്ള നേരെ ഏതാണ്ട് വലിയൊരു അവിടെ സ്റ്റുഡൻസിന് പോകാൻ വേണ്ടി വലിയൊരു പാത്ത് വേ റോഡിന് കുറുകെ ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഇവിടെ ഒരു ചിക്കിങ് ഉണ്ട്. പിന്നെ ഒരു സ്ക്വയർ വൺ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അത്യാവശ്യം നല്ല ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് സ്ക്വയർ വൺ. നമ്മളിപ്പോൾ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടുത്തെ പള്ളിയും കാര്യങ്ങളൊക്കെ കാണാം. മഴ പെയ്തിട്ടുണ്ട് ഇപ്പം. അതിൻ്റെ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ യാത്ര നടത്തുന്നത്. നേരത്തെ ബിഗ് ബസാർ ആയിരുന്നത് ഇപ്പം റിലയൻസ് ആയിട്ട് എടുത്തിട്ട് സ്മാർട്ട് ബസാർ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അത് റൈറ്റ് സൈഡിലായിട്ട് കാണാം സ്മാർട്ട് ബസാറിൻ്റെ കെട്ടിടം. ഇവിടെ കാർ പാലസ് എന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ അക്സസറീസ് ഒക്കെ കിട്ടുന്നൊരു ഷോറൂമുണ്ട്. അത് ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നന്ദിലത്ത് ജി മാർട്ടിൻ്റെ ഷോറൂം കാണാവുന്നതാണ്. എന്തോ ചെറിയ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. വണ്ടിയെല്ലാം അങ്ങനെ കിടക്കുന്നു. KFC ഉണ്ട് ഇവിടെ. ലെഫ്റ്റ് സൈഡിൽ KFCയും റൈറ്റ് സൈഡിൽ മാക്ഡൊണാൾഡ്സും കാണാം. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ അത്യാവശ്യം ചെറിയൊരു തിരക്കും ബ്ലോക്കും കാണുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നമ്മൾ കേശവദാസപുരം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്ന MC റോഡ്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റുഡിയോയുടെ ഒരു ഷോറൂമുണ്ട് ഇവിടെ. റൈറ്റിലേക്ക് പോകുന്ന MC റോഡ്, അങ്കമാലിക്ക് പോകുന്ന റോഡ്. കേശവദാസപുരത്ത് ഇവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. MC റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാണിത്. നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. ഉള്ളൂർ പോകുന്ന സൈഡിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു വലിയൊരു ആലുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ആല് കാണാം മെയിൻ റോഡിൻ്റെ നടുക്കായിട്ട്. പകലാണെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ഭംഗി കാണാം. ഇവിടെ നമ്മൾ ഇങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് ചൈതന്യയുടെ ഒരു ഐ ഹോസ്പിറ്റൽ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടൊരു വലിയ ഫ്ലാറ്റ്, നികുഞ്ചത്തിൻ്റെ ഫ്ലാറ്റ് വരുന്നുണ്ട്. നികുഞ്ചത്തിൻ്റെ വലിയൊരു ഫ്ലാറ്റ്. നേരെ ഒരു മുസ്ലിം പള്ളി കാണാം. ഇവിടെ നിന്ന് 65 കിലോമീറ്ററാണ് കൊല്ലത്തേക്ക് കാണിക്കുന്നത്. എറണാകുളത്തേക്ക് 215 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. നമ്മുടെ പോകുന്ന NH നാഷണൽ ഹൈവേയുടെ റൂട്ടിൽ കൂടെയാണ് പോകുന്നത്. തോംസൻ്റെ ഒരു സർവീസ് സെൻറ്റർ ഇവിടെയുണ്ട്. പിന്നെ ഡോമിനോസ് പിസ്സ അതിൻ്റെ ഷോറൂം. നമ്മുടെ ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ പാരഗൺ സ്ഥിതി ചെയ്യുന്നത്. ഈ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ കാണാം പാരഗണിൻ്റെ എൻട്രി ബോർഡും ഒക്കെ ഇവിടെയാണ്. അതുകൊണ്ട് ഈ വണ്ടി പാരഗണിലേക്ക് തിരിയാനാണെന്ന് തോന്നുന്നു. സിഗ്നൽ ഇട്ടിട്ടുണ്ട്. പാരഗണിൻ്റെ ഓപ്പോസിറ്റായിട്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ശാഖ കാണാം. പാരഗണിൽ നിന്ന് വരുന്നതും അവിടെ നിന്ന് പോകുന്നതായിട്ടുള്ള വണ്ടികളുടെ ഒരു തിരക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ ബ്ലോക്കിൽ വന്നു പാരഗണിൻ്റെ താഴെ. ഇവിടെ കുറേ ബാങ്കുകളുണ്ട്. ഫുഡിൻ്റെ കുറേ ഔട്ട്ലെറ്റുകളും ബാങ്കുകളും ഉണ്ട്. പിസ്സ ഹട്ട് ഉണ്ട്. താഴെ ഇറങ്ങി ചെല്ലുന്നതിന് അവിടെയായിട്ട് ആസിഫിയുടെ ബിരിയാണി ഷോപ്പുണ്ട്. പിന്നെ ഈ ഇവിടെ നാട് പോകുമ്പോൾ ഒരു പാലമുണ്ട്. പാലം കഴിഞ്ഞ് തൊട്ടപ്പുറത്തായിട്ട് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഒരു ബ്രാഞ്ച് ഇവിടെ കാണും. ട്രിവാൻഡ്രം സിറ്റിയിലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ബ്രാഞ്ചുണ്ട്. ഇവിടുന്ന് കൊല്ലത്തേക്ക് മെയിൻ നമ്മൾ ഉള്ളൂർ ജംഗ്ഷനിൽ ചെന്നിട്ട് റൈറ്റിലോട്ടാണ് തിരിഞ്ഞു പോകുന്നത്. അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് ആക്കുളത്തേക്ക് പോകാം. നമ്മൾ ആക്കുളത്തേക്ക് പോകുന്ന റൂട്ടാണ്. ഇവിടെ റോഡ് സൈഡിൽ ലെഫ്റ്റിലായിട്ട് മന്തി മനസ്സിൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഷോപ്പ്, ഒരു മന്തി ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. മന്തി മനസ്സിൽ എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് സൈഡിലുണ്ട്. നമ്മളിപ്പം നേരെ ഉള്ളൂർ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഉള്ളൂർ ജംഗ്ഷനിലെ 3 റോഡ് വന്ന് ജോയിൻ ചെയ്യുന്ന റൂട്ടാണ്. ഇതിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പോകുന്ന റോഡാണ്. ഇവിടെ സിഗ്നലുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈ ഒരു പോയിന്റിലൊരു ട്രിവാൻഡ്രത്തുള്ളൊരു കൊട്ടാക് മഹീന്ദ്രയുടെ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് ഇവിടെ കാണാം. ഇതുപോലെ വെള്ളയമ്പലത്തെ ഒരു ബ്രാഞ്ചുണ്ട്. റൈറ്റ് സൈഡിലാണ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ബ്രാഞ്ച്. ട്രിവാൻഡ്രത്തെ ബ്രാഞ്ച് ഇവിടെയാണ് റൈറ്റ് സൈഡിൽ. ഇവിടെ തന്നെ കാനറ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചും ഉണ്ട്. ഈ തിരിയുന്ന പോലെ തന്നെ കാനറ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് കാണാം. നമ്മൾ റൈറ്റിലേക്ക് പോവാണ്. ലെഫ്റ്റിലേക്ക് പോകുന്ന ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്കാണ്. ജസ്റ്റ് കട്ട് ചെയ്ത് വീണ്ടും റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ലുലു മാൾ ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയയിലേക്ക് പോകും.
സ്ട്രൈറ്റ് കൊല്ലത്തേക്ക് പോകുന്ന റൂട്ടാണിത്. നമ്മൾ ആ കൊല്ലം റൂട്ടിലേക്ക് പോവാണ്. വണ്ടികളെല്ലാം ഇങ്ങനെ എന്താ പറയുക, റോഡ് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ പോകുന്നുണ്ട്. മഴയൊക്കെ കാരണം പല സ്ഥലത്തുമൊക്കെ നിന്ന ആളുകൾ റോഡ് കയറി പോകുന്നതാണെന്ന് തോന്നുന്നു. ഈ സൈഡിലെത്തുമ്പോഴേ കുറേ കാറിൻ്റെ ആക്സസറീസ് ഷോപ്പുകളുണ്ട്. ഇപ്പോൾ 2 എണ്ണം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് പോപ്പുലറിൻ്റെ ഒരു ഈ ആക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് പോപ്പുലറിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കാറിൻ്റെ ആക്സസറീസ് ഷോപ്പുണ്ട്. ഈ ഏരിയയിൽ കുറേ ഒരു 2-4 കടകൾ കാർ ആക്സസറീസിൻ്റെ ഷോപ്പ് കാണാം. ഇതിലും നിലമ്പൂർ തേക്കിൻ്റെ ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഫർണിച്ചറിൻ്റെ ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. നമ്മളിപ്പം ചെല്ലുന്നത് നേരെ എന്താ പറയുന്നത് പൊങ്ങുമൂട് ശ്രീകാര്യം അങ്ങനെ പോകുന്ന ആ റോഡിലും അങ്ങോട്ട് പോകുന്ന റോഡ് സ്ട്രൈറ്റ് ഇത് കഴക്കൂട്ടത്തി ചെല്ലും. അവിടുന്ന് കൊല്ലത്തേക്ക് അങ്ങനെ പോകുന്ന റൂട്ടാണിത്. ഒരു സമയത്ത് ഏറ്റവും തിരക്കുള്ള റോഡുകളൊന്നായിരുന്നു. ഇപ്പം നമ്മുടെ പുതിയ റോഡ്, നമ്മുടെ ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് വന്നതിന് ശേഷം ഇവിടുത്തെ തിരക്ക് കുറച്ച് കുറഞ്ഞത്. എല്ലാ സമയത്തും വളരെ തിരക്കുള്ള റോഡായിരുന്നു. ഇപ്പോഴേ നമ്മൾ കുറച്ച് ആ റോഡ് വന്നതിന് ശേഷം അത്യാവശ്യം തിരക്ക് ഇപ്പം ഇവിടെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ രാമേന്ദ്ര ടെക്സ്റ്റൈൽസിൻ്റെ ലേഡീസിന് വേണ്ടി മാത്രമുള്ള ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ഉണ്ട്. റൈറ്റ് സൈഡിലായിട്ട് രാമേന്ദ്രൻസ് വുമൺ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഔട്ട്ലെറ്റ് ഇവിടെ തന്നെ ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്. ലേഡീസ് ഡ്രസ്സിൽ മാത്രമാണ് അവിടെ ഉള്ളത്. രാമേന്ദ്രൻ്റെ കുറേ ഷോപ്പുകൾ ഉണ്ട്. അതിൽ ഒരു ഷോപ്പാണിത്. എക്സ്ക്ലൂസീവ്ലി ഫോർ ലേഡീസ് ഷോപ്പാണിത്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഈ ഫർണിച്ചർ ഷോപ്പിൻ്റെ കുറച്ച് ഏരിയാസ് കാണാം. അതിലൊന്ന് നമ്മുടെ ഈ ഏതാണ്ട് ഇപ്പോൾ ഈ വന്നു കയറുന്ന പെപ്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഫർണിച്ചർ കൊടുക്കുന്ന ഒരു ഷോപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഡാം റോഡ് ഒരു ഷോപ്പുണ്ട്. പിന്നെ ഷാനൂർ ഹോംസ് എന്ന് പറയുന്ന ഫ്ലാറ്റിൻ്റെ ചെയിൻ്റെ അവരുടെ ഒരു ഓഫീസ്, കോർപ്പറേറ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ കാണാം. ഫർണിച്ചർ ഷോപ്പുകളുണ്ട് ഇവിടെ. രാവിലെയൊക്കെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് കിട്ടുന്ന സ്ഥലമാണ്. കഴക്കൂട്ടത്തൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. ഇപ്പോഴത്രയ്ക്ക് വലിയ തിരക്കില്ല, എന്നാലും വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ പുതിയ ഇലക്ട്രിക് ബസ് ഇതാ വരികയാണ്. വികാസ് ഭവനിലേക്ക് പോകുന്ന ഇലക്ട്രിക് ബസ്സാണ് ഈ വരുന്നത്. ശ്രീകാര്യം വികാസ് ഭവനിലൊക്കെ പോകുന്ന ഇലക്ട്രിക് ബസ്സാണ്. ഈ സൈഡിൽ ഒരു ബേക്കറി ഷോപ്പുണ്ട്. ഇതാണ് നമ്മുടെ പൊങ്ങുമൂട് ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനെ പൊങ്ങുമൂട് എന്നാണ് പറയുന്നത്. പൊങ്ങുമൂടത്തെ പേരിൽ ട്രിവാൻഡ്രത്ത് തന്നെ 2-3 സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ശ്രീകാര്യം പൊങ്ങുമൂട് ജംഗ്ഷനാണിത്. ഇപ്പം ഭാഗ്യം ഒട്ടും തിരക്കില്ല, പൊങ്ങുമൂട് ഒട്ടും തിരക്കില്ല. അതാണ്ട് KSRTCയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ് വരുന്നു. ട്രിവാൻഡ്രത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് വരികയാണ്. ഇവിടെ ഒരു കാർ ഷോപ്പുണ്ട്. കാർ ഷോപ്പി എന്ന് പറഞ്ഞിട്ട് കാർ ആക്സസറീസ് കിട്ടുന്നൊരു ഷോപ്പ്. ഇവിടെയൊക്കെ എന്തോ റോഡിൻ്റെ വർക്കുകൾ എന്തോ നടന്നിട്ടുണ്ട്. PWD-യിലല്ല, വാട്ടർ അതോറിറ്റിയുടെ ആണോ എന്നറിയത്തില്ല. എന്തോ റോഡിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. റോഡെല്ലാം ഇങ്ങനെ ഇളക്കി ഇട്ടേക്കുന്ന അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടേക്കുന്നതായിട്ട് കാണാം. മഴയുണ്ട്, അതുകൊണ്ട് വണ്ടികളൊക്കെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. നേരെ കാണുന്നത് ശ്രീധന്യയുടെ ഒരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നേരെ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നത് ശ്രീധന്യ അപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇവിടെ ഇൻഡസ് മോട്ടോഴ്സിൻ്റെ ഒരു യൂസ്ഡ് കാറിൻ്റെ ഒരു ഷോറൂം ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ഈ റൂട്ടിൽ കാർ ആക്സസറീസിൻ്റെ കുറേ ഷോപ്പുകൾ നമുക്ക് ഈ റൂട്ടിൽ കാണാം.